ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇക്കയുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപാടെ തന്നെ ഫ്രഷൊക്കെ ആയതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് ചെന്നു കേട്ടോ. ആ സമയമായപ്പോൾ ഏകദേശം എല്ലാ പണിയും ഉമ്മി തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കുറുക്ക് ഉമ്മി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റാഗിപ്പൊടി വെച്ചാണ് കുറുക്ക് ഉണ്ടാക്കുന്നത്. ആൾ കുടിക്കുമോ എന്നൊന്നും അറിയില്ല, എന്നാലും കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഉമ്മയും മുട്ടക്കുറുമയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മുട്ടക്കുറുമയായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് ഇടിയപ്പം ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇടിയപ്പം എല്ലാം ഒന്നുകൂടി ഒന്ന് പീച്ചെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതാ നമ്മളെ ചായയൊക്കെ ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇക്കയൊക്കെ രാവിലെ ഇടിയപ്പം അരിപ്പത്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മിക്ക ദിവസം അരിപ്പത്തിരിയും ഇടിയപ്പവും തന്നെയായിരിക്കും. അതൊക്കെ ആകുമ്പോൾ കഴിച്ചോളും. അങ്ങനെ ഇതാ കുറച്ച് കൂടുതൽ ഇടിയപ്പമൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇക്കായ ഐസുമൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ചായയൊക്കെ ഒന്ന് അരിച്ചു മാറ്റുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം വാപ്പിക്ക് കമ്പനി പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ വാപ്പി രാവിലെ തന്നെ കമ്പനിയിലോട്ട് വിട്ടിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വാപ്പി പോയിട്ടോ. അങ്ങനെ ഇക്കാക്കൊക്കെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ ഉമ്മി കുറുക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് താമസം എടുത്തിട്ടൊന്ന് കുറുകിയൊക്കെ വരാൻ. അതുപോലെ നമ്മൾ കുറുക്കൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തണുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഇക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടിയപ്പവും അതുപോലെ നല്ല അടിപൊളി മുട്ടക്കുറുമയുമാണ്. പിന്നെ അതിൻ്റെ കൂടെ കടിഞ്ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ തൂക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമായപ്പോൾ ഓൾറെഡി വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആളെയും പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഭയങ്കര ചൂടും കാലാവസ്ഥയാണ്. അങ്ങനെ ഇതാ നമ്മൾ തിണ്ണയൊക്കെ തൂത്തതിന് ശേഷം അകഭാവം കൂടിയൊക്കെ ഒന്ന് തൂത്തു മാറ്റുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് സമയം വാവയായിട്ട് പുറത്തൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഒട്ടി മാവിൽ നിറച്ച് മാങ്ങയായിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പറിക്കാറുണ്ട് കേട്ടോ, പഴുക്കുന്ന അനുസരിച്ച്. മുമ്പും വീഡിയോ എടുത്തതാണ്, പക്ഷേ എന്താണെന്നറിയില്ല, ഈ മാവ് കാണുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ തോന്നും. നല്ല രസമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ അകത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇക്ക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം വാവയ്ക്കുള്ള കുറുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ. ആൾക്ക് കുറുക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അതിനുശേഷം ഞാനും ഉമ്മയും കൂടിയൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം നല്ല നൈസ് ഇടിയപ്പമായിരുന്നു കേട്ടോ. അതുപോലെ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കടിഞ്ചായ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കടിഞ്ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനും ഉമ്മയും എല്ലാം കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ആദ്യമായിട്ട് നമുക്ക് ബാങ്കിൽ പോകണമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഒരു കുട്ടി ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ലാറോസയിലാണ് കേട്ടോ. പക്ഷേ എനിക്ക് കളറും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഓട്ടോയിൽ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇഹായി പോകുന്നുണ്ട്. അപ്പോൾ ഇഹായും ലാറോസയൊക്കെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നല്ല ഫേമസ് ആയിട്ടുള്ള കടയാണ്. നല്ല കളക്ഷൻസും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ചുരിദാർ നോക്കാനാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒരുപാട് ഷിഫോണിൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ചിലതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. മെറ്റീരിയലും ക്വാളിറ്റി വൈസും എല്ലാം അടിപൊളിയാണ്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അങ്ങനെ എനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത്. അപ്പോൾ ഡ്രസ്സൊക്കെ അടുത്ത വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ സീമാസിൽ പോയിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് പാൻസ് എടുക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് 3ാമത്തെ ഫ്ലോറിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു.
അപ്പോൾ ഇവിടെ ആവറേജ് റേറ്റൊക്കെ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി സാധനമാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെയും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ടൈമിൽ ഓൾറെഡി ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്കാണ് കേട്ടോ. കോവയ്ക്ക മെഴുക്കും അതുപോലെ തന്നെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഐസിന് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകിട്ട മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിക്കാൻ വേണ്ടി നമ്മൾ നെന്മീനും അതുപോലെ തന്നെ ചെറിയ മത്തിയും കൂടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള വാതിക്കയിലായിട്ടൊരു ചാമ്പങ്ങ മരം ഉണ്ട് കേട്ടോ. ഇത്തവണ വന്ന ടൈമിൽ നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഉമ്മച്ച എടുത്ത് ഉപ്പിലിടും അതുപോലെ അച്ചാറിടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെന്മീനൊക്കെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു മത്തി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ആയപ്പോൾ ഉമ്മച്ച വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ച എന്ന് പറഞ്ഞാൽ ഇക്കാടെ വാപ്പിയുടെ ഉമ്മ കേട്ടോ. അങ്ങനെ നമ്മൾ മത്തിയും കൂടിയൊക്കെ ഒന്ന് പൊരിച്ച് മാറ്റുന്നുണ്ട്. ആ സമയമായപ്പോൾ ഉമ്മയും വാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോരുകറിയും കോവയ്ക്ക മെഴുക്കും അതുപോലെ മത്തി പൊരിച്ചതും നെന്മീൻ പൊരിച്ചതും പിന്നെ ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അതുപോലെ ഉമ്മച്ച കാന്താരിയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കാന്താരി ഉപ്പിലിട്ടത്. പിന്നെ അതും കൂടി എടുക്കുന്നുണ്ട്. വലിയ എരിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ എറണാകുളം പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോവാണ്. കൂടെ നമുക്ക് VFSലും കൂടി പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ വാവ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് വേണ്ടി കപ്പ് കേക്കും കാര്യങ്ങളും ഒക്കെ മേടിക്കുന്നുണ്ട്. ആ ഒരു ടൈം ആയപ്പോഴും വീട്ടിലുള്ളവരായിട്ടൊന്നും അത്ര അടുപ്പമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ മുഖവും വീർപ്പിച്ചിരിക്കലാണ് മിക്ക സമയവും. അങ്ങനെ നമ്മൾ താമസിക്കാതെ ആദ്യം തന്നെ നമ്മൾ കല്യാണിലാണ് കേട്ടോ കയറി നോക്കുന്നത്. അപ്പോൾ കല്യാണിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. ജയലക്ഷ്മിയിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ഞങ്ങൾ വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ജയലക്ഷ്മി വെച്ചായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും ആളുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കിഡ്സ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഏകദേശം വരുന്നത് 3000 3000 എബോവ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റുള്ള ഫ്രോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ നോക്കിയത്. പക്ഷേ ഇതൊക്കെ നല്ല ഹെവി വർക്കും അത്യാവശ്യം കനവൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ വാവൊക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം കാണാൻ നല്ലതാണ്, പക്ഷേ ഇടാനും ഊരാനും ഒക്കെ നല്ല പാടാണ്. 5-6 ലെയറാണ് കേട്ടോ അകത്ത് വരുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ ജയലക്ഷ്മിയിലോട്ട് വിട്ടു. ഇവിടെ നല്ല സെലക്ഷനും കാര്യങ്ങളും ആട്ടോ. നമ്മൾ മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ സെക്ഷനും നല്ല സെലക്ഷൻ ഉള്ളതാണ്. അതുപോലെ ഇത്തവണ നല്ല ആളും ഉണ്ടായിരുന്നു. അങ്ങനെ കിഡ്സിൻ്റെ സെക്ഷനൊക്കെ മുകളിലാണ്. അങ്ങനെ നമ്മൾ 4th ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ ലിഫ്റ്റ് വരാൻ കുറച്ച് താമസമായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
ഇതാ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലെത്തി കേട്ടോ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ റേറ്റ് ഏകദേശം വരുന്നത് 2000 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. കിഡ്സിൻ്റെയൊക്കെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം മെൻസിൻ്റെ ലേഡീസിൻ്റെ ഒക്കെയാണ് കേട്ടോ. കൂടുതലും അടിപൊളി കളക്ഷൻസ് ഉള്ളത്, പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് സമയം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പാർട്ടി വെയർ ഫ്രോക്ക് നോക്കുന്ന ടൈമിൽ ഉമ്മയും വാവയ്ക്ക് ജീൻസും അതുപോലെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടി വെയർ ഫ്രോക്കൊക്കെ ഒരു 5 ഇയർ എബോവ് ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ 1 വയസ്സുള്ളവർക്കൊക്കെ അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം തപ്പിയതിന് ശേഷം ലാസ്റ്റായിട്ട് ഈ ഒരു ടൈപ്പ് ലാവൻഡറിൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നല്ല സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. അതുപോലെ ആ വാവയ്ക്ക് ഇട്ട് നോക്കിയിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്കൊക്കെ പുറത്തോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു അടിപൊളി ഷൂവും കൂടി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽ ഷൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇവിടുന്ന് നോക്കാതെയാണ് കേട്ടോ മേടിക്കുന്നത്, വീട്ടിൽ ചെന്നിട്ടാണ് സത്യത്തിൽ റേറ്റ് നോക്കുന്നത്. ഈ ഷൂവിന് ഏകദേശം റേറ്റ് വരുന്നത് 800 സംതിങ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ന്യൂ ബോണിൻ്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു, ഒരുപാട് ടൈപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാവയ്ക്ക് സെലക്ട് ചെയ്ത ഷൂ ഇതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അങ്ങനെ ആൾക്കുള്ള ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ നിൽക്കാക്ക് ഷർട്ടും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാൻറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ എടുത്തത്. മെൻസിൻ്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളത് ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നീട് നമ്മൾ മെൻസ് സെക്ഷനിൽ വേറെ ഷർട്ടും പാൻറ്റും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീൻസിൻ്റെയൊക്കെ ഷർട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയായിട്ടോ നമ്മൾ വന്നത്. പക്ഷേ നമുക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബില്ലൊക്കെ അടച്ചതാ നമ്മൾ സാധനമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റും മീറ്ററോളും അതുപോലെ 7up ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ നെയ് റോസ്റ്റൊക്കെ പാഴ്സൽ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്സര എന്ന് പറയുന്നൊരു ഹോട്ടലാണ്, നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ സാധനമൊക്കെ കിട്ടിയതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന പാടെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞാട്ടോ തന്ന്. അതുപോലെ ഈ ഒരു ടൈമിലും അത്യാവശ്യം ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
അതുപോലെ പതിവ് പോലെ നല്ല സാമ്പാറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ നല്ല കുറുകിയ സാമ്പാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മസാല ദോശ നെയ് റോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ വാഴയിൽ തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അതുപോലെ ഉമ്മയും കൂടിയൊക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.